അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ സ്നേഹമുള്ള പഠിതാക്കളെ, പരിശുദ്ധ റമദാനിലെ വളരെ പുണ്യം നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഖബറാളികളോട് നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ലതമന്നൗ യൗമം മിൻ റമദാൻ, റമദാനിലെ ഒരു ദിവസം അവർ ആഗ്രഹിക്കുമെന്നാണ്. റമദാനിലെ ഒരു പകൽ, റമദാനിലെ ഒരു ദിവസം അത് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. അത്രമാത്രം മഹത്വം റമദാനിലെ ദിവസങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ. റമദാനിനെ നഷ്ടപ്പെടുത്തുന്നവൻ, റമദാൻ കഴിഞ്ഞു പോയിട്ടും പാപങ്ങൾ ബാക്കിയുള്ളവൻ, അവൻ സ്വന്തത്തിൻ്റെ വഴികേട് അവൻ തുറന്നവനാണ്, സ്വന്തത്തെ അപകടത്തിൽ ചാടിച്ചവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിമാന്മാരാകണം, റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ റമദാൻ കഴിയുമ്പോൾ എന്ത് നേടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയേണ്ടത് നരകമോചനം നേടണം എന്നതാണ്. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം. ഫമൻ സുഹ്സിഹ അനിന്നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അവനാണ് വിജയിച്ചവൻ. ഭൗതികമായി ചില ആളുകളെ നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട്, അവരൊക്കെ വിജയിച്ചു കേട്ടോ, പണ്ടൊക്കെ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു, ഇപ്പോൾ വിജയിച്ച് കയറിയവർ. ചില കോഴ്സുകൾ വിജയിച്ചടക്കിയ കുട്ടികളെ പറ്റി നമ്മൾ പറയും, അവന് വിജയം നേടിയവനാണ്. ഭൗതികമായി പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ വിജയത്തിൻ്റെ മാനദണ്ഡം പറയാറുണ്ട്. എന്നാൽ അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള വിജയം. ഫൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാസ, വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുലോകത്തുമുള്ള വിജയമാണ്. അത് നരകമോചനം നേടുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് നേടാൻ കഴിയുകയുള്ളൂ. നമ്മളിവിടെ എത്ര വലിയ ഉയരങ്ങളിലാണെങ്കിലും, എത്ര വലിയ സാലറി ഉണ്ടെങ്കിലും, എത്ര വലിയ ഡെസിഗ്നേഷൻ നമുക്കുണ്ട് എങ്കിലും നാളെ നരകത്തിലെത്തിയാൽ പ്രിയമുള്ളവരെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ നമ്മൾ എത്ര ചെറിയവരാകട്ടെ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തിയാൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് നരകമോചനം നേടി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കണം. നരകത്തിൻ്റെ വലിപ്പവും നരകത്തിലെ മനുഷ്യരുടെ വലിപ്പവും ഭീകരമാണ്. ഉഹദ് മലയോളം പോന്നതാണ് ഒരു മനുഷ്യന്റെ അണപ്പല്ല് എങ്കിൽ ശിക്ഷ ആസ്വദിപ്പിക്കാനാണ് നരകം. കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ്. ഇത് സമിഅ വജ്ബ ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദ്റൂന മാ ഹാദാ. ആ സമയത്തൊരു ശബ്ദം കേൾക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം, സ്വഹാബ നിങ്ങൾക്കറിയുമോ ആ കേട്ട ശബ്ദം എന്താണെന്ന്? സ്വഹാബത്തിന് അറിയില്ല, അവർക്ക് മനസ്സിലാവുകയുമില്ല. സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് കൂടുതൽ അറിയുന്നവർ. അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും അവരങ്ങനെ പറയാറുണ്ട്. കാരണം അറിയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു പുതിയ ഇൽമു കൂടെ അവർക്ക് ലഭിച്ചെങ്കിലോ. അവരുത്തരം പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് അറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, ആ ഒറ്റ വാക്കൊന്ന് ചിന്തിച്ചാൽ നമ്മളുടെ ഹൃദയം പിടക്കും. നമ്മുടെ സുജൂദിൽ നരകത്തെ കാവലിനെ ചോദിക്കും. നമ്മൾ രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനോട് നരകത്തെ തൊട്ട് നമ്മൾ കാവലിനെ ചോദിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹാദാ ഹജറുൻ, അതൊരു കല്ലാണ്. റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ. 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് എറിഞ്ഞൊരു കല്ല്, അത് താഴെ എത്തിയതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. എത്ര വലിപ്പമുണ്ടാകും കൂട്ടരെ ആ നരകം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഭൗതികമായി ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വിമാനം കത്തി അത് മുകളിൽ നിന്ന് വീണാൽ എത്ര സമയമെടുക്കും താഴേക്ക് വിടാൻ? നിസ്സാരമായ സമയങ്ങൾ മതി. പക്ഷെ നരകത്തിന്റെ മുകളിൽ നിന്നൊരു കല്ല് താഴേക്കെറിഞ്ഞാൽ 70 വർഷത്തെ വഴിദൂരം സഞ്ചരിച്ചുകൊണ്ടാണ് അത് അടിത്തട്ടിലേക്ക് എത്തുന്നുവെങ്കിൽ ആ ഒരു നരകത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോയാലുള്ള അവസ്ഥ പ്രിയമുള്ളവരെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് നരകമോചനം നേടുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ഒരു നോമ്പ്, ഒറ്റ നോമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോറ്റു കഴിഞ്ഞാൽ അവനെ 70 വർഷത്തെ വഴിദൂരത്തിലേക്ക് അകറ്റി നിർത്തും. അങ്ങനെയുള്ള നരകമോചനം നേടുന്ന നോമ്പാകണം നമ്മുടെ നോമ്പ്. നരകത്തിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് അകറ്റുന്ന,
നരകത്തിൽ നിന്ന് അകലങ്ങളിലേക്ക് മാറ്റി നിർത്തുന്ന അത്രയും ശക്തമായ ഒരു നോമ്പാകണം നമ്മുടെ നോമ്പ്. ആ നോമ്പിൽ ഹറാമുകൾ നമ്മുടെ കണ്ണിൽ ഉണ്ടാകരുത്. ആ നോമ്പിൽ ഈ റമദാനോടുകൂടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം, നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം, നന്മകളിൽ ബഹുദൂരം നമ്മൾ മത്സരിക്കണം, ലഹരിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം, ഹൃദയം ശുദ്ധമാക്കണം, ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ കയറണം. അങ്ങനെ ഒരു റമദാനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ജഅല അല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദകൻ കമാ ബൈനസ് സമാഇ വൽ അർദ്. ഒരു നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും അകലം, അത്രയും വലിയ ഒരു കിടങ്ങ് നരകത്തിനും ആ മനുഷ്യനുമിടയിൽ അല്ലാഹു പണിയുന്നവരെ. എങ്കിൽ ഈ റമദാനിലൂടെ ഏറ്റവും വലിയ നമുക്കിടയിൽ ഒരു കിടങ്ങുണ്ടാകണം. നരകത്തിനും നമുക്കും ഇടയിൽ ഒരു കിടങ്ങുണ്ടാകണം, ആകാശഭൂമികളെക്കാൾ അകലത്തിലുള്ള ഒരു കിടങ്ങ്. ആ നരകത്തിന്റെ ചൂടേൽക്കാത്ത, ആ നരകത്തിന്റെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, നരകം നമ്മുടെ അരികിലില്ലാത്ത, അകലങ്ങളിലേക്ക് മാറ്റി നിർത്തുന്ന അങ്ങനെ ഒരു സാഹചര്യം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതിന് നരകത്തിൽ നിന്ന് നമ്മൾ കാവലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മനിസ്തജാറ മിനൻ നാരി സലാസ മർറാത്തി, 3 തവണ നരകത്തിൽ നിന്ന് കാവലിനെ ചോദിച്ചാൽ ഖാലത്തിന്നാർ, നരകം പറയുമെന്നാണ്, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ. അപ്പൊ നമ്മൾ നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കണം. സുജൂദിൽ കിടന്ന് റബ്ബിനോട് ചോദിക്കണം, കൈകൾ നീട്ടി റബ്ബിനോട് ചോദിക്കണം. നിസ്കാരത്തിൽ ഇമാമ് നരകത്തിന്റെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ കണ്ണ് നനച്ച് റബ്ബിനോട് ചോദിക്കണം, പടച്ചോനെ ആ നരകം സഹിക്കാൻ കഴിയില്ല, നരകം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല, ദുർബലരാണ്, പാവങ്ങളാണ് റബ്ബെ, നിന്റെ അബദാണ്, ആ നരകത്തെ തൊട്ട് കാവലിനെ തീർക്കണേ, നരകത്തെ തൊട്ട് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾക്കിടയിൽ നരകത്തിനും എനിക്കുമിടയിൽ റബ്ബെ ഒരു ഹന്തക്കുരി കിടങ്ങ് നീ പണിയണമേ, നരകത്തെ തൊട്ട് എന്നെ വിദൂരങ്ങളിലേക്ക് അകറ്റണമേ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ. അങ്ങനെ റബ്ബിനോട് ചോദിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നരകം എന്നുള്ളത് നിസ്സാരമായൊരു വിഷയമല്ല. പലപ്പോഴും ഇന്ന് ആളുകൾക്ക് നരകവും സ്വർഗവും മരണവുമൊക്കെ തമാശകളായി മാറുന്നു. ഏറെക്കുറെ സോഷ്യൽ മീഡിയകളും ട്രോളുകളുമൊക്കെ അത് അങ്ങനെ വരുത്തി തീർക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. ഒരു മാടിനെ അറുത്ത് കഴിഞ്ഞാൽ അത് കണ്ടു നിൽക്കുന്ന മാടുകൾക്കൊരു വിരളി ഉണ്ടാകും, അതിൻ്റെ ശബ്ദങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും, പേടിയുണ്ടാകും. ഉലഹിയത്തിൻ്റെ അറവ് നടക്കുമ്പോൾ ഒരു മാടിനെ അറുക്കുന്നത് മറ്റുള്ളത് കണ്ടു കഴിഞ്ഞാൽ അവ അനുഭവിക്കുന്ന അസ്വസ്ഥത, പ്രയാസം പലപ്പോഴും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് ഇല്ലാതാകുമ്പോഴുള്ള പ്രയാസമാണത്. അതിൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടുള്ള ബേജാറാണത്. എന്നാൽ ആ ഒരു പേടിയും ആ ഒരു പ്രയാസവും ഒന്നും പലപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നത് സങ്കടകരമാണ്. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നതിൽ പല ആളുകളും ഖബറിലേക്ക് എത്തിയില്ലേ? ഒന്നിച്ച് നടന്നതിൽ പല ആളുകളെയും നമ്മൾ 6 കാലുള്ള കട്ടിലിൽ യാത്ര അയച്ചില്ലേ? ഒന്നിച്ച് ഭക്ഷണം കഴിച്ച, തമാശകൾ പറഞ്ഞ, ഒന്നിച്ച് നടന്ന, കൂടെയുണ്ടായിരുന്ന കൂട്ടുകാർ, കുടുംബക്കാർ, അതിൽ പല ആളുകളും ബർസഖിലെ ജീവിതം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും നമ്മളെ പേടിപ്പെടുത്തുന്നില്ല, അതൊന്നും നമ്മളെ ചിന്തിപ്പിക്കുന്നില്ല. അവർക്കൊന്നുമില്ലാത്ത എന്തോ ഒരു യോഗ്യത നമുക്കുണ്ട്, നമ്മൾ ഒരുപാട് കാലം ഇവിടെ കഴിയും എന്ന ഒരു തോന്നലിലാണ് പലപ്പോഴും ആളുകൾ കഴിഞ്ഞുകൂടുന്നത്. പ്രിയമുള്ളവരെ, ഒരു മരണം നമുക്കും വരാനുണ്ട്. ആ മരണത്തിനപ്പുറം നരകമാണ് നമ്മളുടെ സങ്കേതമെങ്കിൽ നമ്മളെക്കാൾ വലിയ ദുഃഖിതർ, നമ്മളെക്കാൾ വലിയ പരാജിതർ മറ്റൊന്നും ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു, നാറുക്കും ഹാദിഹില്ലതി യൂഖിദു ഇബ്നു ആദം ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം. നിങ്ങളുടെ ദുനിയാവിലെ തീ ഉണ്ടല്ലോ, ആ തീ എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ 70-1. നമ്മുടെ ദുനിയാവിലെ തീ, റമദാനാണ്, ചൂട് എത്രത്തോളം നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. പുറത്തൊരു കാറ് നിർത്തിയിട്ടാൽ അതിലേക്ക് ഒന്ന് കയറുന്നതിന് മുമ്പ് കുറച്ചു നേരം നമ്മളൊന്ന് പുറത്ത് നിൽക്കും. ആ സീറ്റ് പതഞ്ഞിരിക്കുകയാണ്, ചൂടാണ്. ആ സീറ്റിലൊന്ന് ഇരിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ഭൗതികമായ ഒരു ചൂട് പോലും സഹിക്കാൻ കഴിയില്ല. ദുർബലരാണ് നമ്മൾ. നമ്മുടെ ഭാര്യമാർ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കയ്യിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ വീണ് കഴിഞ്ഞാൽ, ഒരു തീപ്പൊരി ഒന്ന് പാളിയാൽ, അത് അവരുടെ ദേഹത്ത് തട്ടിയാൽ അവരനുഭവിക്കുന്ന പ്രയാസവും വേദനയുമുണ്ട്. പ്രിയമുള്ളവരെ, ദുനിയാവിലെ തീയാണത്. ആ ദുനിയാവിൻ്റെ ഒരു തീ പോലും, ദുനിയാവിൻ്റെ ഒരു ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത
നിസാരന്മാരാണ്, ദുർബലരാണ് നമ്മൾ. എങ്ങനെയാണ് ആ നരകത്തെ നമുക്ക് സഹിക്കാൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ആ നരകത്തിന്റെ കാഠിന്യം കേട്ടപ്പോൾ ഖാലു, അവർ പറയുകയാണ്, വല്ലാഹ്, അള്ളാഹു തന്നെയാണ് സത്യം, ഇൻകാനത്ത് ലകാഫിയ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ദുനിയാവിലെ തീ തന്നെ ഞങ്ങൾക്ക് മതിയായതാണല്ലോ, ഈ തീ തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതാണല്ലോ. പ്രിയമുള്ളവരെ, ശിക്ഷ ആസ്വദിപ്പിക്കാനാണ് നരകമെന്നുള്ളത്. ഞാൻ നരകത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ കണ്ട ചില കാഴ്ചകളുണ്ട് സ്വഹാബ, ഞാൻ കണ്ട ചില കാഴ്ചകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅറാജിൻ്റെ യാത്രയിൽ നരകം കണ്ടിട്ടുണ്ട്, നരകത്തിൻ്റെ ശിക്ഷകൾ കണ്ടിട്ടുണ്ട്, ബർസഖിലെ ശിക്ഷകൾ കണ്ടിട്ടുണ്ട്. ആ കാഴ്ചകൾ കണ്ട് റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങളത് കണ്ടിരുന്നുവെങ്കിൽ കുറച്ചേ നിങ്ങൾ ചിരിക്കുള്ളൂ. ഇപ്പം നമ്മൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ആഹ്ലാദിക്കുന്നുണ്ട്, നമുക്ക് തമാശ പറയാൻ സമയമുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ സമയം ചിലവഴിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ. വല ബക്കൈതും കസീറ, ധാരാളം നിങ്ങൾ കരയുമായിരുന്നു. നമ്മളെ ധാരാളം കരയിപ്പിക്കുന്നതാണ് നരകം. ആസ്വാദനങ്ങളെ തടയുന്നതാണ് നരകം. ആ നരകത്തെ പേടിച്ചുകൊണ്ട്, നരകത്തിൻ്റെ ശിക്ഷകളെ കാവലിനെ ചോദിച്ചുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണി നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, റസൂലുള്ളാഹിയുടെ സഹാബാക്കൾ, അവർ പേടിച്ചു എന്ന് മാത്രമല്ല, അവരതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണികൾ എടുത്തു. നമ്മുടെ പ്രത്യേകത, നമുക്ക് മരിക്കുമെന്നുറപ്പാണ്, പക്ഷേ അതിനുള്ള ഒരുക്കം നമുക്കില്ല. സ്വർഗമുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്, പക്ഷേ അതിനു വേണ്ടിയുള്ള പണി നമ്മൾ എടുക്കുന്നില്ല. നരകമുണ്ട്, നരകത്തിൻ്റെ ശിക്ഷയുണ്ട് എന്നിട്ട് നമുക്ക് ഉറപ്പാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളില്ല. നമ്മൾ ഇനിയും അകലെയാണ് മരണം എന്ന പ്രതീക്ഷയിലാണ് കഴിയുന്നത്. നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് മരണം. നമ്മുടെ ഒരു ജീവിതം എങ്ങനെ എടുക്കുമ്പോൾ, ബർസഖിൽ എത്ര കാലമാണ് നമ്മൾ, മഹ്ശറിൽ എത്ര കാലമാണ് നമ്മൾ, ആ ബർസഖും മഹ്ശറും വെച്ചു നോക്കുമ്പോൾ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് മരണമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ മരണത്തിനപ്പുറമുള്ള ലോകത്ത് വിജയത്തിന് വേണ്ടി, നരകത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ലാ യലിജുന്നാർ റജുലുൻ ബഖാ മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണ് അത് നരകം സ്പർശിക്കുകയില്ല. ഈ റമദാനിൽ നമ്മുടെ കണ്ണ് നനക്കണം. ഖുർആനിൻ്റെ തദബ്ബുറിലൂടെ, ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മളുടെ കണ്ണുകൾ നനക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാ വദുഖാനു ജഹന്നം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊടി പുരണ്ടാൽ ആ പൊടിയും നരകത്തിൻ്റെ ചൂടും ഒന്നിക്കുകയില്ല. എങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പൊടി പുരളാൻ, അള്ളാഹുവിൻ്റെ ദീനി മാർഗത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ, പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ, നരകത്തെ ഓർത്തുകൊണ്ട് കണ്ണ് നനക്കാൻ, അങ്ങനെ നരകമോചനം നേടുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നമ്മൾ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യം, കുല്ലി ഖരീബിൻ ഹയ്യിനിൻ ലയ്യിനിൻ സഹലിൻ, സ്നേഹമുള്ള, മൃദുലമായി പെരുമാറുന്ന ആളുകൾ, ജനങ്ങൾ എല്ലാവരും അടുക്കുന്ന സ്വഭാവമുള്ളവർ, അവർക്ക് നരകത്തെ തൊട്ട് സുരക്ഷയുണ്ട് എങ്കിൽ നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സ്വഭാവം നമ്മളൊന്ന് ക്രമീകരിക്കുക. മൃദുലമാകണം നമ്മുടെ പെരുമാറ്റം, ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട്, എല്ലാവരോടും. അതുപോലെ തന്നെ സൗമ്യമായിരിക്കണം, സ്നേഹമായിരിക്കണം. അങ്ങനെ നമ്മളുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം പരിശ്രമിക്കുകയും നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നാം പരിശ്രമിക്കുകയും ചെയ്യണം. പരലോകത്ത് കുടുംബത്തിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മക്കൾക്ക് നമ്മുടെ ഒരു സ്വതക്ക പോലും നമ്മൾ നാളെ പരലോകത്ത് നൽകില്ല. ദുനിയാവിലെല്ലാം നമ്മൾ നൽകും. ചില വീഡിയോ ഒക്കെ കാണലുണ്ടല്ലോ, മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ കിഡ്നി ദാനം ചെയ്ത പാരൻസ്, അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി അങ്ങനെ ശരീരഭാഗങ്ങൾ നൽകിയ മക്കൾ. പല അപകട വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിനുള്ള പ്രയത്നത്തിനിടയിൽ മാതാപിതാക്കൾ മരണപ്പെട്ട വാർത്തകൾ. പരലോകത്ത് അതൊന്നുമില്ലല്ലോ. പരലോകത്തൊരു നന്മ പോലും ഒരാളും നൽകുകയില്ല. മഹ്ശറിൽ മുഖത്തോട് മുഖം പോലും നോക്കുകയില്ല. ഓരോരുത്തരും പേടിച്ചോടുന്ന ആ ദിവസമായിരിക്കും. ആ ദിവസത്തിൽ നമ്മുടെ മക്കൾ രക്ഷപ്പെടണം, നമ്മുടെ കുടുംബം രക്ഷപ്പെടണം. അതിന് അൻഫുസകും വ അഹ്ലീകും നാറ, നമ്മളുടെ കുടുംബത്തെ നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മഹാനായ അലി റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലിമൂഹും വ അദ്ദിബൂഹും,
അവർക്ക് ഇൽമ് നൽകണം, അവർക്ക് അദബ് നൽകണം. ഇസ്ലാമികമായ വിജ്ഞാനം നമ്മുടെ കുടുംബത്തിന് കൈമാറുക, ഇസ്ലാമികമായ അദബുകൾ നമ്മുടെ കുടുംബത്തിന് കൈമാറുക. അങ്ങനെ ഈ റമദാൻ ഒരു പരിവർത്തനത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ കാലമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. നരക മോചനം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മാതാപിതാക്കൾക്കുമെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദീനിലായിക്കൊണ്ട്, തൗഹീദിലായിക്കൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.